ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ രാജഗോകുൽ, ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച പോലെ ഈ ജോർജ് സോറസിനെ പോലെയുള്ള ആളുകളുടെ ബാഹ്യ ഇടപെടൽ അത് എപ്പോഴും ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കണ്ണികൾ എങ്ങോട്ടേക്കൊക്കെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഭാരതത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും പല ആളുകളും ഒക്കെ ആ സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുന്നു. ഒപ്പം മറ്റ് വിദേശ രാജ്യങ്ങളും അങ്ങനെ ആശങ്കയോടുകൂടി നിലനിൽക്കുന്നു. ഭാരതത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ടതിനെതിരെ ശക്തമായ മറുപടി ഭാരതം നൽകിയെങ്കിലും അതിൻ്റെ അലയൊലികൾ അല്ലെങ്കിൽ അതിൻ്റെ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നത് വലിയ സംശയത്തോടെയാണ് പലപ്പോഴും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഭാരതത്തിൽ ജനാധിപത്യം തകർന്നു, അങ്ങനെ വലിയ ചർച്ചകളിലേക്ക് തുറന്നു വിട്ടുകൊണ്ട് ഇത്തരം സ്ലീപ്പർ സെല്ലുകളുടെ അല്ലെങ്കിൽ ഇത്തരം സ്വാധീന വലയത്തിലേക്ക് മനഃപൂർവ്വം പോകാനുണ്ടാകുന്നൊരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന വലിയൊരു സംശയം, വലിയൊരു ആരോപണമാണ് മോഹൻ വർഗീസ് സാർ മുന്നോട്ട് വെച്ചത്. അല്ല, അത് വളരെ എവിഡൻ്റ് ആണ്. ജോർജ് സോറോസ് തന്നെയാണ് പറഞ്ഞത്. നമ്മളാരും പോയി അദ്ദേഹത്തിന് ആരോപിക്കുന്നില്ല. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് എന്താണ്, ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലയെന്ന്? ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വോട്ടവകാശമുള്ള എല്ലാവരും, വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ആരാണ് പറഞ്ഞത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല, താങ്കളുടെ കയ്യിലിരിക്കുന്ന കാശൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ കുറച്ച് മീഡിയയും കുറച്ച് ആക്ടിവിസ്റ്റുകളെയും കുറച്ച് ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ സ്പോൺസർ ചെയ്ത് മുമ്പോട്ട് നടത്തിച്ചാൽ മാത്രമേ ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടൂ എന്ന് ആരാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇന്ത്യയിലെ ജനങ്ങളെ ഏൽപ്പിച്ചോ? ഇല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ വളരെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരും രാഹുൽ ഗാന്ധി തന്നെയും ഈ പറയുന്ന ജോർജ് സോറോസിൻ്റെയും വിശ്വസ്തരായ ആൾക്കാരോടൊപ്പം പല ഏജൻസികളുടെ പേരുകളൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അതായിരുന്നു വിഷയങ്ങൾ, ഞാൻ റെഫർ ചെയ്തിട്ട് വന്നതിനായിരുന്നു. അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇരിക്കുന്നതും വളരെ ക്ലോസ് ഡോർ മീറ്റിംഗ്സിൽ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്, പലപ്പോഴും ചർച്ചയിലേക്ക് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ശക്തികൾ ഇടപെടാൻ നോക്കുന്നു എന്നുള്ള കാര്യം ഒരു രഹസ്യമായ കാര്യമൊന്നുമല്ല. ചൈനയ്ക്ക് ചൈനയുടേതായ ഇൻട്രസ്റ്റുകളുണ്ട്. കാരണം ചൈന ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിൽ പോലും ചൈന, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളാണ് ലോകത്തിൻ്റെ കംപ്ലീറ്റ്ലി സെമി കണ്ടക്ടർ സപ്ലൈസിലേക്ക് നിൽക്കുന്നത്. മൊത്തം അവരാണ് കൊടുക്കുന്നത്. അവരെ മാത്രം ട്രസ്റ്റ് ചെയ്താണ് ലോകം നിൽക്കുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് ഇന്ത്യ കാലെടുത്ത് വയ്ക്കുകയാണ്. 1969 മറ്റോ ആണ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പെൻഡിയത്തിൻ്റെ സഹസ്ഥാപകനായിരുന്നിട്ടുള്ള ആൾ, ഇൻ്റലിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള ആൾ ഇന്ത്യയിൽ വരികയും സ്ഥലം നോക്കുകയും ചെയ്യുന്ന സമയത്ത് അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ബ്യൂറോക്രസിയും കൂടെ അദ്ദേഹത്തെ തിരിച്ചോടിക്കുകയായിരുന്നു. ആ ബസ് ഇന്ത്യക്ക് മിസ് ചെയ്തതാണ്. രണ്ടാമത്തെ ബസ്സാണ് ഇപ്പോൾ കോവിഡിന് ശേഷം, കോവിഡ് അനന്തരം നമ്മൾ പോകുന്നത്. അപ്പോൾ 2030 ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറേഴ്സായിട്ട് ഇന്ത്യ മാറുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്രയേറെ പൈസ പമ്പ് ചെയ്ത് ഇന്ത്യ ആ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും ലോകത്തെ പല രാജ്യങ്ങളുടെയും താല്പര്യങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടെന്നേ. ഇപ്പോൾ വൺ റോഡ് വൺ ബെൽറ്റ് പോലുള്ള പ്രോജക്ട്സ് ചൈന കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യ കൃത്യമായിട്ടും മറ്റ് പല രാജ്യങ്ങളുമായിട്ടും സംസാരിക്കുകയും ഇന്ത്യ അതിന് പകരം മറ്റൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയും അതിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയും ചൈനയും. രണ്ടിൻ്റേതായ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. ചൈന തീർത്തും ഒരു ജനാധിപത്യ രാജ്യമല്ലാത്തത് കൊണ്ട് നമുക്കൊരു കാരണവശാൽ അതിൻ്റെ അകത്ത് പോയി ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1,000 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾ ഓരോന്നാണ് ഭരിക്കുന്നത്. ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കുകയും ചൈനയുടേതായ ഇൻട്രസ്റ്റുകൾ ഇവിടെ നടപ്പിലാക്കിക്കുവാനും ആ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. അപ്പോൾ ബാഹ്യമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കേരളത്തിലും ഇന്ത്യയിലെയും തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മതം എന്ന് പറയുന്ന വിഷയം നോക്കൂ, സമാധാനപരമായി നമ്മുടെ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യാതൊരു അനാവശ്യ വിവാദങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ആ സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു പരാമർശവുമായിട്ട് വരുന്നത്. എന്താണ്? അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചത്. അതുകൊണ്ട് അത് ഇനി സംഘപരിവാർ BJP ഏറ്റെടുത്ത് വിളിക്കുമോ? എത്ര വലിയ ബാലിശമായ കുത്തിത്തിരിപ്പ് ചോദ്യമാണെന്നേ. അസീമുള്ള ഖാനാണോ മറ്റേ അദ്ദേഹം കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ അദ്ദേഹമാണോ ഉണ്ടാക്കിയത്? അതിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടെങ്കിലും ഇരട്ടിയിലേറെ ആവേശത്തിൽ ഞങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് ഏറ്റുവിളിക്കും. ഞങ്ങൾക്ക് എന്താന്നേ മടി? ഭാരതത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുസൽമാനാണ് ആ മുദ്രാവാക്യം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമേ ഉള്ളൂന്നേ. പിണറായി വിജയൻ ഞങ്ങളെ കണ്ട കാഴ്ചപ്പാട്, ഞങ്ങളെ മനസ്സിലാക്കിയ കാഴ്ചപ്പാട് തെറ്റിപ്പോയി എന്ന് മാത്രമേ അദ്ദേഹത്തോട് അത്തരം വിഷയങ്ങളിൽ നമുക്ക് പറയാനുള്ളൂ. ഇത്
എ ക്ലാസ് കുത്തിത്തിരിപ്പാണ് മതം പറഞ്ഞുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ സമയം മുതൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ദൗർഭാഗ്യവശാല് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ആരാണ് അനാവശ്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ മതം വലിച്ചിടുന്നത്? CPM ആണ് മതം വലിച്ചിടുന്നത്, അല്ലാണ്ട് മറ്റാരുമല്ല മതം വലിച്ചിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മറ്റെന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ളത്? അവരിറങ്ങി വോട്ട് ചോദിക്കട്ടെ നാട്ടിൽ അവരുടെ നേട്ടങ്ങൾ പറഞ്ഞിട്ട്. അവരാകെ ഇപ്പോൾ വീടുകളിൽ ചെന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരത് പറയേണ്ടത് വീടുകളിലല്ല, നിങ്ങളത് പറയേണ്ടിയിരുന്നത് പാർലമെന്റിലാണ്. പാർലമെന്റിൽ നിങ്ങൾ കണക്ക് സഹിതം ഒരു MP, ഇടതുപക്ഷത്തിന് രാജ്യസഭ MP-മാരുണ്ട്, ലോക്സഭയിൽ 3 MP-മാരുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഒരു MP ഉണ്ട്. നിങ്ങളുടെ ഒരു MP എങ്കിലും അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന വിഭാഗത്തിൽ കാശ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണിച്ചു തരാമോ? ഇല്ല, പറയില്ല. ഇവർ സുപ്രീം കോടതിയിൽ കേസിന് പോയി, കപിൽ സിബലിനെ വെച്ചിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് വാദിച്ചതിൽ ഞങ്ങൾക്ക് കാശ് കിട്ടാനുണ്ടെന്നല്ല, ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് കപിൽ സിബൽ വാദിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ട്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നാണ്. സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. സുപ്രീം കോടതി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്നിരുന്ന് സംസാരിക്കൂ, ഇവരെ ബെയിൽ ഔട്ട് ചെയ്യൂ, ഇവർക്ക് കുറച്ച് കടമെടുക്കാൻ ഇപ്പം അനുവദിച്ചു കൊടുക്കൂ, എന്നിട്ട് അടുത്ത വർഷം നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് അവകാശമുണ്ട് എന്നല്ല പറയുന്നത്. നിങ്ങൾ ഇത്തവണ എന്തെങ്കിലും ഒന്ന് ബെയിൽ ഔട്ട് പാക്കേജ് കൊടുത്തിട്ട് അടുത്ത വർഷം നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ളത് ഇന്ന് കുറച്ചെടുക്കൂ എന്നൊക്കെ ഉള്ള തലത്തിലാണ് സുപ്രീം കോടതി പോലും പറയുന്നത്. അപ്പൊ ഇവർ പറയേണ്ടുന്ന ഒരു സ്ഥലത്തും ഇവർക്ക് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. പകരം ഇവര് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവര് വീടുകളിൽ പോയിട്ട് ലഘുലേഖ ഉണ്ടാക്കിയിട്ട് റോഡിൽ കയറി നിന്നിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് 57,400 കോടി രൂപ കിട്ടാനുണ്ട്, 65,000 കോടി കിട്ടാനുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ വൃഥാ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിയുക? ഇത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ. മതം പറയുക, CAA വലിച്ചിടുക, അസീമുള്ള ഖാന്റെ പേര് വലിച്ചിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുക. ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിച്ചുകൂട്ടി വിടുവാനാണ് CPM ശ്രമിക്കുന്നത്. CPM-ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം ആർക്കും ഉണ്ടാവേണ്ടതില്ല. ശ്രീ ജയരാജ് വീണ്ടും പഴയ പോയിന്റിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. താങ്കൾ അതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്നും പറയാനില്ല എന്നതുകൊണ്ട് മാത്രം മതം വലിച്ചിടുന്നു. ഇത് കൃത്യമായി പറഞ്ഞാൽ ഇത് ഗൂഗിളിൽ മാത്രം ആരോടല്ല, ഇന്നലത്തെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, മലപ്പുറത്ത് നടത്തിയ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും. തീർച്ചയായും താങ്കളോട് തന്നെയാണ്. കൊല്ലത്തും മലപ്പുറത്തും ഒക്കെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, അതിലാണ് മതം വന്നത്. ഞാനിപ്പോ ഒന്ന് പറയട്ടെ. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതായത് ഈ ഹേറ്റ്രഡ് പൊളിറ്റിക്സ്, ഐഡിയോളജിയുടെ കാര്യം പറഞ്ഞല്ലോ. BJP-യുടെ ഐഡിയോളജി എന്താണ്? BJP-യുടെ ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ ഹേറ്റ്രഡ് പൊളിറ്റിക്സ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ് മിനിസ്റ്റർ ആയിട്ടുള്ള ശോഭ കരന്തലജെ, പണ്ട് നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ കേട്ടിട്ടുണ്ട് മണ്ണിൻ്റെ മക്കൾ വാദം എന്നൊക്കെ പറഞ്ഞ്. മഹാരാഷ്ട്രയിൽ അല്ലാത്തവനെല്ലാം പുറത്തു പോകണമെന്ന്. ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഒരു IT സിറ്റി നിന്നുകൊണ്ട് അവർ പറയുകയാണ് കേരളത്തിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരെല്ലാം ആസിഡ് എറിയുന്നതിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു യൂണിയൻ മിനിസ്റ്ററാണ് പറയുന്നതെന്ന് ആലോചിക്കണം. രണ്ടാമത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാം പരിശീലനം സിദ്ധിച്ചിരിക്കുന്നത് ബോംബ് പൊട്ടിക്കാനാണ് എന്നൊക്കെയുള്ള നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ. അപ്പോൾ എപ്പോഴും ഒന്നുകിൽ അയൽ രാജ്യങ്ങൾ, അതല്ലെങ്കിൽ ഇതിനകത്തുള്ള വിവിധ മതവിഭാഗങ്ങൾ, ഇവരെല്ലാം എപ്പോഴും ഒരു പുറമേ ഒരു ശത്രു വേണം, അല്ല അകമേ ഒരു ശത്രു വേണം. ആരെയും ഒന്ന് ശത്രുവാക്കുക അല്ലെങ്കിൽ ദേശവിരുദ്ധനാക്കുക. ഈ ദേശീയതയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ട് ആരുടെയെങ്കിലും ദേശീയത അളക്കാനുള്ള മെഷീൻ വല്ല ഇവരുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. കച്ചവടക്കാരായിട്ട് അങ്ങ് നടക്കുകയാണ്. അവർ മാത്രമാണ് ദേശീയവാദികൾ, വേറെ ആർക്കും ദേശസ്നേഹമില്ല എന്നൊക്കെയുള്ള ചില ബാലിശമായ പരാമർശങ്ങൾ കാണുമ്പം പിന്നീട് ഈ കാണിക്കുന്ന കണക്കുള്ള ഈ പറയുന്ന കണക്കുള്ള ഹോഴ്സ് ട്രേഡിംഗ് പൊളിറ്റിക്സ്. ഇപ്പം നാരായൺ റാണെ 300 കോടി രൂപയുടെ അഴിമതി നടത്തി BJP-യിൽ വന്നപ്പോൾ ആ കേസ് പിൻവലിച്ചു. സുവേന്ദു അദ്വാരി BJP ചേർന്നപ്പോൾ അത് പിൻവലിച്ചു. ഹേമന്ത വിശ്വാസ് ചീഫ് മിനിസ്റ്ററാക്കി കേസ് പിൻവലിച്ചു. യെദ്യൂരപ്പയുടെ ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ അഴിമതി വന്നപ്പോഴത്തേക്ക് മിനിസ്റ്റർ രൂപീകരിച്ചപ്പോഴത്തേക്ക് അതും എടുത്തു കളഞ്ഞു. പ്രതാപ് സർനായിക്ക് NDA ചേർന്നതോടെ കേസ് ക്ലോസ് ആയി. ഇങ്ങനെയൊക്കെ BJP-യിലേക്ക് വരുന്നവർക്ക് ഒന്നുകിൽ BJP-യിൽ വന്നില്ലെങ്കിൽ ഏജൻസികളെ ഉപയോഗിച്ച് അവരെ ഭയപ്പെടുത്തും. ഇപ്പം കാർത്തി ചിദംബരത്തിനെതിരെയുള്ള അന്വേഷണം നടക്കുന്നത് എന്താണ്? കാർത്തി ചിദംബരത്തിനെതിരെ പറയുന്നത് ചൈനയിൽ നിന്നുള്ള ആളുകൾക്ക് വിസ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് അയാൾക്കെതിരെ പുതിയ ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത്. ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരമാണ്. അപ്പോൾ അയാൾ ഇലക്ഷന് മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ആളുകളെ വേട്ടയാടുന്നത്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ദേശവിരുദ്ധരാണ്, അർബൻ നക്സലുകളാണ്, ഇങ്ങനെ ഓരോ ബ്രാൻഡ് ചെയ്തിട്ട് ആളുകളെ
ഒരു വിഭാഗത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനഭിമതരായിട്ടുള്ള മുഴുവൻ ആളുകളെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുകയും രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കുകയും ദേശദ്രോഹികളായിട്ട് ചിത്രീകരിക്കുകയും ഡിറ്റൻഷൻ ക്യാമ്പൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല CIAയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണെന്ന്, CIAയിൽ ഉൾപ്പെട്ട് വരുന്നവരെ മാത്രമാണെന്ന്. അല്ലാതെ ഒരുപാട് പേരെ ഇവിടെയൊക്കെ ഇനി ഗോണ്ടനാമൊക്കെ ഉണ്ടാവുന്ന കാലമൊന്നും അതിനത് വിദൂരമൊന്നുമല്ല. ആബുഗാരിബും ഗോണ്ടനാമും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം നമ്മൾ കണ്ടതാണ് ഇതുമാതിരിയുള്ള, ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് ന്യൂറംബർഗ് വിചാരണയും അവിടെയൊക്കെ പോയി കാണുന്ന. എന്തിനാ അത് മാത്രം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, കംബോഡിയയിൽ അതുപോലെ സ്വേച്ഛാധിപതികൾ ഭരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്വേച്ഛാധിപതികൾ, അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും സ്വേച്ഛാധിപത്യം തന്നെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് വിളിച്ചാലും അത് സ്വേച്ഛാധിപത്യമാണെങ്കിൽ സ്വേച്ഛാധിപത്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഐഡിയോളജിക്കലായിട്ടുള്ള തെളിമയില്ലെന്നൊക്കെ മോഹൻ വർഗീസ് സാർ കിട്ടുന്നുണ്ട് പറയുണ്ടായി. ഐഡിയോളജിക്കലായിട്ടുള്ള തെളിമയെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെയാണ് സ്ഥാപിക്കുക? ഇപ്പോൾ കോൺഗ്രസിനെ ഉണ്ടാക്കിയത് A.O. ഹ്യൂമാണ്. അപ്പം A.O. ഹ്യൂമിൻ്റെ നേതൃത്വത്തിലാണ്, ബ്രിട്ടീഷുകാരനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അത് ബ്രിട്ടീഷ് പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗഭാക്കാവാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ പാര വെച്ചുകൊണ്ട് ആ സമയത്തുള്ള യുവരക്തം വേസ്റ്റ് ചെയ്യരുത്, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യരുതെന്നൊക്കെ ആഹ്വാനം നടത്തിയവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നവർ. ഇതൊക്കെ ചരിത്ര രേഖകളാണ്. പിന്നീട് ഓരോ മാപ്പപേക്ഷകളൊക്കെ ആർക്കൈവ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമാക്കുന്നില്ല, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അവരാണ് ദേശസ്നേഹികളെന്നും രാജ്യസ്നേഹികളെന്നും ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 1000 പ്രാവശ്യം ഏറ്റുവിളിക്കും. ഞാനും വിളിക്കുന്നേ ഭാരത് മാതാ കി ജയ്. ഭാരതം എൻ്റെ രാജ്യം, എൻ്റെയും കൂടെ രാജ്യമാണ്. അതിന് ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല, ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ ഭാരതീയനാണ്. താങ്കളുടെ നേതാക്കന്മാരും അത് വെച്ചിട്ട് ഒരുത്തൻ്റെ രാഷ്ട്രീയ വിശ്വാസം വെച്ചിട്ടല്ല, ഭാരതീയനാണോ അല്ലയോ ഏതാണ് പറഞ്ഞോളൂ. അങ്ങനെ ആരോപിക്കാനാണെങ്കിൽ ആരെ വേണമെങ്കിലും ആരോപിക്കാം, എന്ത് വേണമെങ്കിലും ബ്രാൻഡ് ചെയ്യാം. ഒരാൾക്കൊരു ലേബലിംഗ് എന്ന് പറയുന്നത് ഡിസേബിളിംഗ് ആണ്. അത് മതത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ, ജാതിയുടെ പേര്. കാര്യം മനുവാദമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനുവാദി പൊളിറ്റിക്സ് ആണല്ലോ ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മനുവാദത്തിൽ ഇതൊക്കെ വരും, ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ വരും, സനാതന ധർമ്മം വരും, ഇങ്ങനെ പല പല വ്യാഖ്യാനങ്ങളും വരും. ആ വ്യാഖ്യാനങ്ങൾക്കൊക്കെ അതീതമാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യയിലെ ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ഏത് കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കും അവരവരുടേതായ റിലീജിയസ് പ്രാക്ടീസസ് ഫോളോ ചെയ്യാനുള്ള റൂൾ എഴുതി വെച്ചിട്ടുണ്ട്. താങ്കളോട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും മറുപടി തരാം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ താങ്കളോട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും താങ്കൾ മറുപടി തരുമോ? ഈ പൊളിറ്റിക്കൽ റെട്ടോറിക് നമ്മൾ കുറെ കേട്ടതാണ്. താങ്കൾ ചോദിക്കുന്ന പൊട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ ഒരു ചോദ്യത്തിനെങ്കിലും താങ്കൾ ചോദിക്കുന്ന പൊട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ വിളിക്കുന്നത്. യുവരാജ് ആണെങ്കിൽ യുവരാജ് ഡൽഹി മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചു. അതൊരു പൊട്ട ചോദ്യമാണ്. ശരിയാണ്, കുറച്ച് പാർട്ടിയോട് അത് ചോദിക്കാൻ പാടില്ല, ശരിയാണെന്നുണ്ടെങ്കിൽ അതൊരു പൊട്ട ചോദ്യമാണ്. താങ്കളുടെ നയമാണ് ഞാൻ ചോദിച്ചത്. ഇലക്ട്രൽ ബോണ്ട് DMK മേടിച്ചിട്ടുണ്ട്, DMK-യുമായി നിങ്ങൾ സഖ്യം ചേർന്നിരിക്കുന്നതിലെ നിലപാടാണ് ചോദിച്ചത്. അല്ലല്ല, ഞാൻ താങ്കളോടൊരു കാര്യം പറയാം. രാഷ്ട്രീയമായ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ബഹുമാനം തരാൻ കഴിയില്ലെന്നുണ്ടെങ്കിലും മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കുക. അല്ലാണ്ട് പൊട്ട ചോദ്യം എന്നല്ല പറയേണ്ടത്, മനസ്സിലായോ? താങ്കൾക്ക് ഉത്തരം മുട്ടുന്നുണ്ടെങ്കിൽ താങ്കൾ അതിന് ഉത്തരം മുട്ടുന്നു, എനിക്ക് ഉത്തരമില്ല എന്ന് പറയുക. ശ്രീ ജര, താങ്കളോട് മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ താങ്കളും ശ്രദ്ധയിൽപ്പെട്ടു കാണും. ഞാൻ താങ്കളോട് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടക്കം മുതൽ ചോദിക്കുകയാണ്. താങ്കൾ മനുസ്മൃതിയിലേക്കൊന്നും പോകേണ്ട യാതൊരു കാര്യമില്ല. താങ്കളോട് ചോദിച്ചതിന് താങ്കൾ ഉത്തരം പറയുക. ഡൽഹി മദ്യനയത്തിൽ പ്രൈവറ്റ് കപ്ലയേഴ്സിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് CPM-ന്റെ നയം എന്താണ്? ഇലക്ട്രൽ ബോണ്ട് DMK-യുമായി ചേർന്ന് മത്സരിക്കുന്നതിന്റെ നിലപാട് എന്താണ്? താങ്കൾ സംസാരിക്കുന്നേ അല്ല, താങ്കൾ ശ്രീജരാജ്, താങ്കളോട് മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ മറ്റു പലയിടത്തും കൂടി പോകുന്നതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഇടപെടുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കൾക്ക് മുൻപിലേക്ക് വെച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി താങ്കൾക്ക് മറുപടി മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ മറുപടി പറയാന്നേ. ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇയാള് 2 ചോദ്യം ചോദിച്ചില്ലേ? ഒരു ചോദ്യം തമിഴ്നാട്ടിൽ എന്തിനു സീറ്റ് ഷെയർ ചെയ്തു, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് എന്താണ്? പ്രൈവറ്റൈസേഷനെ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ആദ്യമേ കേൾക്കുന്നേ, പറയാൻ അനുവദിക്കുന്നു. പറഞ്ഞോളൂ. ചുമ്മാ ഇയാള് സംസാരിക്കാനാണ്, ഇയാളെ സംസാരിച്ചോട്ടെ. പറഞ്ഞോളൂ. അദ്ദേഹം ചോദിച്ച ഇയാളെന്ന് പറഞ്ഞാൽ സോറി, അത് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു പോയതാണ്.
ഐ റിപ്പീറ്റഡ്ലി ഐ എം സേയിങ് സോറി അഗെയിൻ. അത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വാക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സംസാരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ഇറിറ്റേറ്റഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഒന്നാമത്തെ കാര്യം DMK ആയിട്ടുള്ള സീറ്റ് ഷെയറിങ്ങിൻ്റെ കാര്യം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ വിശാലമായൊരു സംവിധാനം, വിശാലമായൊരു ക്യാൻവാസാണ്. അത് ഇന്ത്യ മുന്നണിയുടെ എല്ലാ റാലിയിലൊന്നും CPM പങ്കെടുക്കുന്നൊന്നുമില്ല. പിന്നെ DMK ആയിട്ട് സീറ്റ് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMKയുടെ ആ ഒരു സമയത്ത് ഇലക്ടറൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ ഇലക്ടറൽ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അതൊരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഈ ഭരണത്തിലൊന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ ഭരണത്തിലൊന്നും കൈകോർക്കാനോ ഭരണത്തിൽ പുറമെ നിന്നുള്ള സപ്പോർട്ടാണ് എല്ലാ കാലത്തും CPM കൊടുത്തിട്ടുള്ളത്. ഒന്ന് വ്യക്തമാക്കാം. പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അത് കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസാണ്. ED അത് പ്രൈവറ്റൈസ് ചെയ്തോ ആരാണ് അതിനകത്ത് അഴിമതി നടത്തിയെന്നൊക്കെ ഉള്ളത് വെളിവായി വരാനേ ഉള്ളൂ. ആ പ്രൈവറ്റൈസേഷനെ എതിർക്കുക എന്ന് പറയുന്നതേ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും പിന്നെ ഈ എന്താണ് പറയുന്നത് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ക്യാപിറ്റലൈസേഷനും ഒക്കെ പ്രൈവറ്റൈസേഷനും ഒക്കെ എതിരാണ്. CPM അതിനൊക്കെ എതിരാണ്. പക്ഷേ ഒരു രാജ്യം നയപരമായ ചില രീതികൾ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് കോൺഗ്രസിൻ്റെ കാലത്തും UP ഗവൺമെൻറ്റിൻ്റെ കാലത്തും അതിനെ തുടർന്ന് BJP ഭരിക്കുന്ന സമയത്തും ആ നയങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നയരൂപീകരണം പറയാൻ പറ്റും. വളരെ ലളിതമായി പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ച പ്രൈവറ്റൈസേഷന്റെ എതിരെ നിങ്ങളുടെ നിലപാട് എന്താണ്? അതിനെ വളരെ ലളിതമായിട്ടൊന്ന് പറയൂ. ഡൽഹി സർക്കാർ സ്വീകരിച്ച സ്വകാര്യവൽക്കരണത്തിൽ CPMന്റെ നിലപാട് എന്താണ്? LDFന്റെ നിലപാട് ഒന്ന് തെളിയട്ടെ. അതിനു മുമ്പ് എങ്ങനെ തോക്കി കയറി എനിക്ക് വിധി പറയാൻ ഞാൻ ആര് ജഡ്ജിയോ? സാർ, കോടതിയിലിരിക്കുന്ന കേസ് അതല്ല. അതിന് പറയുന്നത് അഴിമതിയാണ് കോടതിയിലിരിക്കുന്നത്. കോടതിയിലിരിക്കുന്നത് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കേസല്ല കോടതിയിലിരിക്കുന്നത്. അതിന് പിന്നുള്ള അഴിമതിയാണ് കോടതിയിലിരിക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അഴിമതിക്കല്ല. അഴിമതിയെ വിടൂ. ആ സ്വകാര്യവൽക്കരണം എന്ന നയത്തിന്റെ നിങ്ങളുടെ നിലപാട് എന്താണെന്നാണ് ചോദിച്ചത്. സ്വകാര്യവൽക്കരണത്തിന് എപ്പോഴും എതിരാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന ഈ നയങ്ങളെ ഒരു പരിധി കടന്ന് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നു. ഒറ്റ ചോദ്യമാണ്, വളരെ വ്യക്തമായ ഒറ്റ ചോദ്യമാണ്. ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ സ്വീകരിച്ച സ്വകാര്യവൽക്കരണ നയത്തോട് CPMന്റെ നിലപാട് എന്താണ്? ഒറ്റ ചോദ്യമാണ്, വളരെ വ്യക്തമാണ്. അതിന് CPM എതിരാണതിന്. ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ സ്വീകരിച്ച സ്വകാര്യവൽക്കരണ നയത്തിന് എതിരാണ് CPM. എവിടെ ഏത് സർക്കാർ സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായിട്ട് എടുക്കുന്ന തീരുമാനത്തിന് എതിര് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്തൊന്നും വെള്ളം ചേർക്കുന്നില്ല എവിടെയും. അയാളെ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് അയാളെ പിടിച്ച് അകത്തിടുന്നതിന് അത് അൺടൈംലി ആയിപ്പോയെന്ന് മാത്രമേ CPM പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അയാൾ അഴിമതിയിൽ മുക്തനാണെന്നോ അയാൾ അഴിമതി ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ നാളെ അയാൾ അഴിമതിക്കാരനെന്ന് കണ്ടെത്തുമെന്നൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നത്. കോടതിയുടെ മുമ്പിൽ കിടക്കുന്ന കേസാണ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അത് പറഞ്ഞതല്ലേ. അതിനാണ് ഞാൻ കോമൺ പറഞ്ഞത്. സാർ, മുഖ്യമന്ത്രി നടന്ന പ്രസംഗങ്ങളിലൊക്കെ ഈ ലോകത്ത് ഇത്രയും വലിയൊരു വിശുദ്ധൻ വേറെ ഇല്ല എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി എക്സ്പ്ലനേഷൻ എന്താണ്? അല്ല, വ്യക്തമാണ്. അങ്ങനെയൊന്നും പറയാറില്ല. അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ ഗോകുൽ, അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണമുണ്ട് അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ. ഒപ്പം BJPയിലേക്ക് വന്നാൽ അന്വേഷണം അവിടെ അവസാനിക്കുന്നു, വന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അന്വേഷണത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അല്ല, അതൊക്കെ ഒന്നാമത്തെ കാര്യം. BJP ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ആരോപണം ഉന്നയിക്കപ്പെടുക എന്ന് പറയുന്നത് എല്ലായിടത്തും സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ BJD എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് ഒറീസയിൽ. BJDക്കെതിരായിട്ട് നവീൻ പട്നായിക്കിനെതിരായിട്ട് എന്തുമാത്രം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJP വേഴ്സസ് BJD ആണ് അവിടെ ഫൈറ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നവീൻ പട്നായിക്കിനെതിരെ റെയ്ഡ് ചെയ്യാനോ ഇപ്പോൾ അവിടുത്തെ സീറ്റ് ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ നടന്നു. ഒടുവിൽ രണ്ട് പാർട്ടികളും തമ്മിൽ അത് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് റെയ്ഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ സംഭവിച്ചോ? ഇപ്പോൾ നിതീഷ് കുമാറാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോയത്. ഈ പറയുന്നവരുടെ മുന്നണി ഉണ്ടാക്കാൻ പോയ ആള് നിതീഷ് കുമാറിനെതിരായിട്ട് എന്തെങ്കിലും റെയ്ഡ് നടത്താൻ പോയോ? ഇല്ലല്ലോ. അപ്പോൾ എന്നിട്ട് നിതീഷ് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടില്ലേ? നിതീഷ് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നവീൻ പട്നായിക്കിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. അവർ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ മുന്നണികളിൽ വരും, ചിലപ്പോൾ അവർ പാർട്ടി മാറി ഇങ്ങോട്ടേക്ക് വരും, അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടു, പിന്നെ അവർ BJPയിൽ വന്നപ്പോൾ വിശുദ്ധരായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പിന്നെ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എത്രയോ ആക്ടിവിസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്നേ. ഈ പറയുന്ന ED ക്ലീൻ ചിറ്റ് കൊടുത്ത ആൾക്കാർക്കെതിരായിട്ട്
നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള തെളിവുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാമല്ലോ. ED കാണിച്ചത് തെറ്റാണെന്ന് പറയാമല്ലോ, ED വെറുതെ വിട്ട നടപടി ശരിയായില്ല എന്ന് പറയാമല്ലോ. ഇത്രയധികം ആക്ടിവിസ്റ്റുകളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വഴികൾ തന്നെ ചൂസ് ചെയ്യാൻ പാടില്ലേ? ഇപ്പോൾ 2G സ്പെക്ട്രം കേസ് മുതൽ, കോമൺവെൽത്ത് അഴിമതി മുതൽ, കൽക്കരി കുംഭകോണം മുതൽ, UDF UPA അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അഴിമതികളെ എല്ലാം തന്നെയും എന്താണ് പുറത്തു കൊണ്ടുവന്ന UPA സർക്കാരൊന്നും അല്ലല്ലോ. പുറത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഈ പറയുന്ന അഴിമതിയുടെ ആഴം എത്രയുണ്ടെന്ന് കണ്ടെത്തുകയും തെളിവുകൾ കണ്ടെത്തുകയും അതിന് നിയമപരമായ വഴികളിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്തത്. പിന്നെ CPM-ന് ഉന്നയിക്കുവാൻ ധാർമ്മികമായിട്ട് എന്ത് അവകാശമാണുള്ളത്? CPM എന്തിനാണ് നിയമസഭ തല്ലിപ്പൊളിക്കാൻ പോയതെന്ന് നമുക്കറിയാമല്ലോ. നിയമസഭ തല്ലിപ്പൊളിച്ച് അവിടെ ഇരുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ തവിട്ടിപ്പൊട്ടിച്ച് സ്പീക്കറുടെ ടേബിളിൽ കയറി അവിടെ ഇരുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെ എടുത്ത് എറിയുന്ന സാഹചര്യം ഉണ്ടായെന്നാണ്. KM മാണി അഴിമതിക്കാരനാണെന്നാണ്. KM മാണി എന്താണ് നരകത്തിലെ തീയിൽ കിടന്ന് വെന്തുരുകും, പുഴുക്കൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ ഇഴഞ്ഞു കയറും, മൂക്കിക്കൂടെ ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭയ്ക്കകത്ത് സംസാരിച്ച ആളാണ് VS അച്യുതാനന്ദൻ. ഇപ്പോൾ പിണറായി സർക്കാർ എന്താണ് ചെയ്യുന്നത്? KM മാണിയുടെ മകൻ അവിടേക്ക് ചെന്നപ്പോൾ KM മാണിയെ വിശുദ്ധനാക്കിക്കൊണ്ട് മാണിക്ക് സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് കേരള ബഡ്ജറ്റിൽ നിന്ന് കാശ് എഴുതി മാറ്റി വയ്ക്കുന്നു. രാഷ്ട്രീയമായ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. രണ്ട് മുന്നണികളിൽ എതിർചേരികളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും. അവർ മുന്നണി മാറി വരുന്ന സമയത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇത് എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുള്ളതാണ്. അല്ലാതെ BJP പ്രത്യേകിച്ച് ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവന്നൊരു കാര്യമൊന്നുമല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞാൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ്. ശോഭ കരന്തലാജെ പറഞ്ഞ കാര്യം വളരെ തെറ്റായിപ്പോയി. അവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അവർ തന്നെ മാപ്പ് പറഞ്ഞു, ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് മാപ്പ് എന്ന് അവർ പറയുന്ന സാഹചര്യവും ഉണ്ടായി. ഞങ്ങൾക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്ഷമ ചോദിക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. 1. 2, അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, CAA വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ബിഷപ്പുമാരും മറ്റും നടത്തിയ പ്രസ്താവനയെ കുറിച്ചിട്ട്. നോക്കൂ, ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കാകട്ടെ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കാകട്ടെ അവർക്ക് കൺസേൺ, ജെന്യൂൻ ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിമർശിക്കുവാനല്ല, അവരോട് സംസാരിക്കുവാൻ എല്ലാവരും തയ്യാറാണ്. അവരുടെ അത്തരത്തിലുള്ള കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുവാനും അത് വളരെ ജെന്യൂനായിട്ട് തന്നെ വളരെ സിൻസിയറായിട്ട് തന്നെ കേൾക്കുവാനും ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു മടിയുമില്ല. അവരുടെ ആശങ്കകൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോകുന്നതിനും യാതൊരു മടിയുമില്ല. CAA വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് പ്രശ്നം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആ വിഷയം പറയുക, പരിഹരിക്കപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടട്ടെ. അത്രേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ശ്രീ ഗോകുൽ, CAA വിഷയം തന്നെയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ CAA എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇതറിയാം. എന്നാൽ സാധാരണക്കാർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന ചില സന്ദേശങ്ങളൊക്കെ പടച്ചുവിടുകയാണ്. നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മൾ മറ്റു പല വിഷയങ്ങളിലേക്കും പോയതുകൊണ്ടാണ് അവിടേക്ക് വരാൻ താമസിച്ചത്. ചില വിഷയങ്ങളൊക്കെ പടച്ചുവിടുകയാണ്. ഇത് മുഖ്യമന്ത്രി തന്നെ നടത്തിയ പരാമർശങ്ങളാണ്. ഒരു വലിയൊരു മതവിഭാഗത്തെ ഈ രാജ്യത്ത് നിന്ന് അങ്ങ് പുറത്താക്കുകയാണ്, അതാണ് അജണ്ട. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഇതിൻ്റെ ചില വരികൾ എഴുതി ചേർത്തത്. അത് മനഃപൂർവ്വമായി ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അങ്ങനെ എത്ര പ്രചരണങ്ങൾ അങ്ങനെ പടച്ചുവിടുകയാണ് മുഖ്യമന്ത്രി നിരന്തരം. ഒരു തവണയല്ല, 2 തവണയല്ല, നിരന്തരം ഇത് തന്നെയാണ് അവരുടെ ക്യാപ്സ്യൂളായി പുറത്തു വരുന്നത്. അല്ല, ഇതിനകത്ത് 2012 CPM-ൻ്റെ അന്നത്തെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്, അദ്ദേഹം അന്നത്തെ പ്രൈം മിനിസ്റ്റർക്ക് എഴുതിയ ഒരു കത്താണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഒരു ഡീക്കേഡായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ആ ഒരു ഡീക്കേഡ് മുമ്പ് നടന്ന 2002 നടന്ന എന്താണ്? അന്ന് ഇന്ത്യ ഭരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അന്ന് അന്നത്തെ രാജ്യസഭയിലെ അവരുടെ നേതാവായിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം രാജ്യസഭയിൽ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, വി ഓവ് ആൻ ഒബ്ലിഗേഷൻ ടു ദം എന്ന് പറഞ്ഞാൽ ടു ഹൂം എന്നുള്ളതാണ്. ടു ഹൂം എന്ന് ചോദിച്ചാൽ ദ മൈനോറിറ്റീസ് ഓഫ് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അവരവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റീസൺസ് കാരണം ഒപ്രഷൻ നേരിടുന്നുണ്ട്, അവരവിടെ പീഡനം നേരിടുന്നുണ്ട്. വി ഓവ് ആൻ ഒബ്ലിഗേഷൻ ടു ദം. അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിൽ കുറച്ച് ലിബറൽ നയം നമ്മൾ സ്വീകരിക്കണമെന്ന് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടതാണ്. ഈ ആവശ്യപ്പെട്ട കാര്യം ഒരു ഡീക്കേഡ് കഴിഞ്ഞിട്ടും ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന അന്ന് പിന്നീട് പ്രധാനമന്ത്രിയായി കഴിഞ്ഞ മൻമോഹൻ സിംഗിന് കത്തയക്കുന്നത് CPM ആണ്. എന്തുകൊണ്ട് നമ്മളൊരു ലിബറൽ നയം അവിടെ നിന്ന് വരുന്ന മൈനോറിറ്റിയോട് കാണിക്കുന്നില്ല? ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ആരാണ്? നമുക്കറിയാമല്ലോ. എന്തായാലും മൈനോറിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് മുസ്ലിം വിഭാഗം പെടുന്നില്ല. ബിക്കോസ് അത് രണ്ടും ഒരു മത രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ് ആയിരുന്നാലും ശരി തന്നെയാണ്, പാകിസ്ഥാൻ ആയിരുന്നാലും ശരിയാണ്, മതരാജ്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന മൈനോറിറ്റീസിനോട് ഒരു ലിബറൽ നയം കാണിക്കണം. ഈ ലിബറൽ നയം കാണിക്കേണ്ടി വരുന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആര്യ സമാജത്തിൽ നിന്ന് കത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പൗരത്വം കിട്ടുന്ന സാഹചര്യം ഒന്നാണ്.
സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരാള് മതം മാറി ഹിന്ദു ആവണമെന്നുണ്ടെങ്കിൽ ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്? എൻ്റെ അറിവിൽ ആര്യ സമാജമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. 1. 2, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചേങ്കോട്ടോണ് ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിന് ഈ പറയുന്ന പോലെ മതം മാറി ഹിന്ദു ആയി ഇയാൾ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അയാൾ മാമോദീസ മുങ്ങുന്നു, അയാളുടെ പള്ളിയിൽ തന്നെയല്ലേ. ഒരാൾ ഇസ്ലാം ആണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ പള്ളിയിൽ നിന്ന് തന്നെയല്ലേ അയാൾ ഇസ്ലാം ആണെന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് വരുന്നത്. അല്ലാണ്ട് അപ്പോൾ ഈ പറയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയല്ലേ ഇന്നയാളുടെ മതം ഇന്നതാണ് എന്നുള്ളതിനെ സർട്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന അവർ അവിടെ നിന്ന് കയറി വന്നിരിക്കുന്ന പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒപ്രഷൻ കാരണം അവിടെ നിന്ന് ഓടി വരേണ്ടി വരുന്നവർക്ക് അവരുടെ കയ്യിൽ ഈ പറയുന്ന വലിയ ഡോക്യുമെന്റോ ഡേറ്റയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് CAA വരുന്ന സമയത്ത് അവർക്ക് ആ പറയുന്ന വിഷയങ്ങളിൽ റിലാക്സേഷൻ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ആ റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പറയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ നിങ്ങളുടെ മതം ഇന്നതാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനെ ഇത്രയും വളച്ചൊടിച്ച് ഈ രീതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ടോ? താങ്കൾ ലോകത്ത് എവിടെയൊക്കെയോ പോയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ താങ്കളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. രാജസ്ഥാനിൽ ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് വന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദുസിൻ്റെ ക്യാമ്പുണ്ട്. ഒരു തവണ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാമോ? അവിടെ ആ ക്യാമ്പിൽ കഴിയുന്ന പെൺകുട്ടികളോട് നിങ്ങൾക്ക് ഒരു തവണ പോയി ഒന്ന് സംസാരിക്കാമോ? നിങ്ങൾ ഈ മാനുഷികതയും മാനവികതയൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അവർ ആ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? അവർ ഓടി വന്നിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാമോ? മാനവികതയുടെ ഭാഷ പറയുമ്പോൾ എല്ലാവരോടും പറയണമെന്നേ. ഇത് 2014 വരെ CPM-ന് ആ ഭാഷ പറയാൻ അറിയാമായിരുന്നു അവരോട്. ഇപ്പൊ നിങ്ങളത് മാറ്റി പറയുന്നതിന് പുറകെ ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. അപ്പൊ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനാണെന്നൊരു കഥയുണ്ടാക്കി അവരോട് അവതരിപ്പിച്ച് ശേഷം അവരുടെ മുമ്പിൽ രക്ഷകരായി പോയി നിന്ന് നിങ്ങൾക്ക് വോട്ട് തട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടെ മതം ഭംഗിയായി പറയുന്നതും ഉപയോഗിക്കുന്നതും മറ്റാരെക്കാളിലും ഭംഗിയായിട്ട് ഇടതുപക്ഷവും CPM-ഉമാണ്. ശ്രീജയരാജ്, നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് താങ്കളോട് വളരെ ലളിതമായി ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ CPM-ന്റെ 2014 ശേഷം ഉണ്ടായ നിലപാട് മാറ്റത്തിൽ വളരെ വേഗം താങ്കളുടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം വേണം ചർച്ചയുടെ മറ്റു അതിഥികളിലേക്ക് കൊടുക്കാൻ. അതിനെ നമ്മൾ ഒരു വസ്തുതയെ നമ്മൾ 2-3 ആംഗിളുകളിൽ നമുക്ക് നോക്കിക്കാണാം. പുള്ളി നോക്കുമ്പോൾ അങ്ങനെയായിരിക്കും കാണുന്നത്, ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതൊരു വ്യത്യസ്തത അതിനകത്തുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ തിരുത്താനൊന്നും ഞാൻ ആളല്ല. രണ്ടാമത് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കട്ടെ, അതാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും പൊതുസമൂഹത്തിനും അറിയാം ആരാണ് മതം കൈകാര്യം ചെയ്ത് ആരാണ് മന്ദിറിൻ്റെ പേരിലും മസ്ജിദിൻ്റെ പേരിലും വോട്ട് പിടിക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഹേറ്റ്രഡ് പരത്തുന്നതിനെതിരെ, മതപരമായിട്ടുള്ള ഹേറ്റ്രഡ് പരത്തുന്നതിനെതിരെ, വംശീയമായിട്ടുള്ള ഹേറ്റ്രഡ് പരത്തുന്നതിനെതിരെ നമ്മൾ അതിനെതിരെ നിൽക്കുന്നത് മറ്റൊരു മതത്തിനെ പ്രീണിപ്പിക്കാനാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം ഇരയും വേട്ടക്കാരനും എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇരയുടെ കൂടെ നിൽക്കും. ചെന്നായ മേളിൽ നിന്നുകൊണ്ട് താഴെ നിൽക്കുന്ന ആട്ടിൻകുട്ടി വെള്ളം കലക്കി എന്ന് പറയുന്ന ന്യായത്തിൽ നമ്മൾ ഒരിക്കലും ചെന്നായുടെ കൂടെ നിൽക്കാറില്ല, ആട്ടിൻകുട്ടിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള ചില നിലപാടുകളുടെ വിഷയം ഇതിനകത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഹൂ ഈസ് ബീങ് വിക്ടിമൈസ്ഡ് എന്നുള്ളൊരു ചോദ്യമാണ്. ആരാണ് വിക്ടിം, ആരാണ് വേട്ടക്കാരൻ എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ പോസ്റ്റ് ട്രൂത്ത് ഇറയിൽ ചിലപ്പോൾ ഇര വേട്ടക്കാരനായി മാറുകയും വേട്ടക്കാരൻ ഇരയായി മാറുകയും ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഐറണിയാണ്. കാര്യം ഈ പോസ്റ്റ് ട്രൂത്ത് ഇറയിൽ എന്ത് സംഭവിക്കാം? ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമാക്കാമെന്ന് തെളിയിച്ചത് വേറെ ആരുമല്ല, ഗീബൽസ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഗീബൽസിനെ കടത്തിവിട്ടുന്ന പല തന്ത്രങ്ങളാണ് ഇലക്ട്രൽ പൊളിറ്റിക്സിനകത്ത് പല രാഷ്ട്രീയ പാർട്ടികളും പയറ്റുന്നത്. അവർക്കത് പയറ്റിക്കോട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അപ്പോൾ ആരാണ് മതസംരക്ഷകർ എന്നുള്ളതിൻ്റെ വിഷയമല്ല ഇവിടെ വരുന്നത്. ആരുടെ കൂടെയാണ് നിങ്ങൾ വേദനിക്കുന്ന മനുഷ്യൻ്റെ കൂടെയാണോ, കഷ്ടപ്പെടുന്നവൻ്റെ കൂടെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പിൻ പോയിന്റ് ചെയ്ത് നിർത്തി ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തി? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാകിസ്ഥാനിൽ ഇപ്പം നമ്മൾ ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിക്കുമ്പോൾ പല ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അതൊക്കെ മതരാജ്യങ്ങൾ തന്നെയാണ്. മലേഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുന്നുണ്ട് അവർ രാജ്യത്തിൻ്റെ പേര് മാത്രമേ ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്നൊന്നും ചോദിക്കാറില്ല. അവർ ചോദിക്കുന്നത് ആർ യു കമ്മിങ് ഫ്രം ഇന്ത്യ ഓർ ആർ യു കമ്മിങ് ഫ്രം പാകിസ്ഥാൻ. ഈ ഹിന്ദി എന്നാണ് നമ്മൾ പറയുന്നത്. പാക്കി എന്ന് പറഞ്ഞാൽ പാക്കികൾ അവിടെ നിന്നാണ് വരുന്നത്, ബംഗ്ലാദേശിൽ നിന്നാണോ വരുന്നതെന്ന് അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലാതെ അവിടെ നിന്ന് വരുന്നവരുടെ മതമൊന്നും വെച്ചിട്ടല്ല അവർ പലപ്പോഴും ചെയ്യുന്നത്. ചില മതരാജ്യങ്ങളിൽ അങ്ങേയറ്റം ചില ഹോളി പ്ലേസസിൽ പോകുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ളത്. അത് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അവരുടെ
ഇപ്പം നമ്മൾ പറയത്തില്ലേ ചില ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ശ്രീ ജന താങ്കൾ വീണ്ടും വൈഡായിട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങൾ ജനാധിപത്യ സമൂഹത്തിൽ അതിലേക്ക് വന്നാൽ വളരെ വേഗം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആ പോയിന്റിലേക്ക് വന്നാൽ ഒരു മറുപടി കിട്ടിയാൽ നമുക്ക് വളരെ വേഗം. അദ്ദേഹം 2 ചോദ്യങ്ങൾ ചോദിച്ചു. 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു. പിന്നെ വളരെ രസകരമായിട്ട് ഈ ലോണ്ടറി മെക്കാനിസം ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കെ മാണിയുടെ ഉദാഹരണമൊക്കെ ആയിട്ട് കെ മാണിയുടെ അഴിമതിയൊക്കെ എതിർക്കുന്ന സ്ഥലത്ത് എതിർത്തിട്ടുണ്ട്. മരണശേഷം വേട്ടയാടണമെന്നൊന്നും ആർക്കും താല്പര്യമില്ല. കെ മാണിയുടെ മകനെ കെ മാണിയുടെ പേരും പറഞ്ഞ് വേട്ടയാടണമെന്നും ആർക്കും താല്പര്യമില്ല. അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇപ്പോൾ കെ കരുണാകരൻ്റെ പേരിൽ കെ മുരളീധരനെ പത്മജ വേണുഗോപാലിനെ ആരും വേട്ടയാടാറില്ല. ഇവിടെ വേട്ടയാടൽ നടക്കുന്നത് കൃത്യമായിട്ട് ഇപ്പം പിണറായി വിജയൻ്റെ മകളുടെ പേരിലാണ് വേട്ടയാടൽ നടക്കുന്നത്. പിണറായി വിജയൻ്റെ മകളായി പോയതുകൊണ്ട് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു വാർത്താ പ്രാധാന്യമൊന്നും അതിന് ഉണ്ടാവുമായിരുന്നില്ല. അത് കൃത്യമായിട്ട് വളരെ ആദ്യം തൊട്ടേ ഡേ 1 തൊട്ടേ അവർ പറയുന്നത് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് കമ്പനി നിയമം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതെടുത്ത് വായിച്ച് നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും ഞാൻ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആ കമ്പനിയായിട്ട് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ചെയ്യുന്ന താങ്കൾ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിച്ച ഏറെക്കുറെ മനസ്സിലായി. ശ്രീ ഗോകുൽ, താങ്കൾക്ക് അതിനെന്തോ മറുപടി ഉണ്ടെന്ന് പറഞ്ഞ് വളരെ വേഗം മറുപടി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിക്കും. ഇല്ല, ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാറിന് അറിഞ്ഞുകൂടാത്തതല്ല, സാർ ന്യായീകരിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപയ്ക്കകത്ത് മാത്രമേ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് നിൽക്കുള്ളൂ. 10 ലക്ഷം രൂപയുടെ സാധനത്തിന് നമ്മൾ ആരും 1 കോടി രൂപയ്ക്ക് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുക്കാറില്ല. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന 4 സോഫ്റ്റ്വെയറുകൾ, ടാലി, MS ഓഫീസ്, പിന്നെ വേറെ ഏതോ 2 എണ്ണം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ലക്ഷങ്ങൾ, മാക്സിമം പോയി കഴിഞ്ഞാൽ 10-15 ലക്ഷം മാത്രമേ ആവുള്ളൂ. ഇതിന് 1.72 കോടി രൂപയുടെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ദയവേത് മനസ്സിലാക്കണം, ഇത് പൊതുജനങ്ങളെ പരിഹസിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. എന്ന് താങ്കൾ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ ഞാൻ പല ലോജിസ്റ്റിക് കമ്പനികളിലും എൻ്റെ പല സുഹൃത്തുക്കളും വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളോടും അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസാണ്. അവിടെ എത്ര സിസ്റ്റം ഉണ്ട്, എന്താണ് അവരുടെ പ്രൈവസി. ശ്രീ ഗോകുൽ, ഇതാണ് CPM-ന്റെ ക്യാപ്സൂൾ. ഇതാണ് അവരുടെ മറുപടി. ഇതാണ് ഈ വിഷയത്തിലുള്ള മറുപടി. ഇതാണ്. പക്ഷേ ജോർജിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 40,000 കോടി രൂപയുടെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. 4 സോഫ്റ്റ്വെയറുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ കോൺട്രാക്ടിനകത്തുള്ള. ആ 4 സോഫ്റ്റ്വെയറുകളുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 10-15 ലക്ഷം രൂപ മാത്രമേ മാക്സിമം ആവത്തുള്ളൂ. ഫോട്ടോഷോപ്പ്, ടാലി, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് 4 സോഫ്റ്റ്വെയറിന് അത്രയൊന്നും ആവത്തില്ല. ഈ പറഞ്ഞ 4 സോഫ്റ്റ്വെയർ ഞാനൊരു ലിബർട്ടി ഇട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് മാക്സിമം ഞാൻ ജനറസ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 25,000 സോഫ്റ്റ്വെയറിന് 1 ലക്ഷത്തിന്റെ സോഫ്റ്റ്വെയറിന് 10-12 ഒക്കെ ഇട്ട് കൊടുക്കുന്ന 1 ലക്ഷത്തിന്റെ സോഫ്റ്റ്വെയറിന് 10-12 ലക്ഷം രൂപ അറിയാം. പക്ഷേ ഇത് വർഷം 1.72 ലക്ഷം രൂപയാവും. ഇല്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് യാഥാർത്ഥ്യം. നമുക്ക് മനസ്സിലാവുന്നത് അത്രേ ഉള്ളൂ. എന്നാൽ അത്തരം ചോദ്യങ്ങൾക്ക്, നിയമസഭയിൽ പോലും അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത മുഖ്യമന്ത്രിയാണ്. പക്ഷെങ്കിൽ ഈ വിഷയത്തിൽ ഒരു മറുപടിയും പറയാതെ എന്നാൽ അടിസ്ഥാനരഹിതമായി ഇത്തരം ഈ CAA പോലെയുള്ള വിഷയങ്ങളിൽ വാദോരാതെ സംസാരിക്കുന്നു. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ശ്രീ ഗോകുൽ, അത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് അത് തന്നെയാണ്. അദ്ദേഹം മറുപടി പറയേണ്ടുന്ന വിഷയം അതല്ല. അപ്പോൾ EDയുടെ വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2 വിഷയമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഇത് മറയ്ക്കുക. 2, അദ്ദേഹത്തിന് വോട്ട് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മതം എടുത്തതിനകത്ത് ഇപ്പോൾ നിലവിൽ വലിച്ചിടുന്ന സാഹചര്യം മാത്രമേ ഉള്ളൂ. CPM പോലൊരു പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു അപജയം തന്നെയാണ് അത്. കാരണം മതം പറഞ്ഞ് മാത്രമേ അവർക്ക് വോട്ട് കിട്ടുമെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പ്രസ്ഥാനത്തിൻ്റെ അപജയം തന്നെയാണ്. അത് അവരുടെ ചിഹ്നം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ നിന്ന് മിനിമം ഒരു 9 MP-മാരെങ്കിലും കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് 2 MP-മാരെയും കൂടെ കിട്ടിയാൽ 11. എന്നാലും പറ്റില്ല. മൂന്നാമതൊരു സംസ്ഥാനത്ത് ഒരു MP-യും കൂടെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ബംഗാളിലും ത്രിപുരയിലും നടക്കില്ല. അത് ഏതാണ്ട് ഉറപ്പാണ്, അവിടെ നടക്കില്ല എന്നുള്ളത്. പിന്നെ എവിടെ നിന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഈ സമയം പൂർത്തിയായതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത്തരം വാദപ്രതിവാദങ്ങൾ കൂടുതൽ ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്നതിൽ സംശയമില്ല. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും പ്രേക്ഷകർക്കും നന്ദി. ജനറൽ ഡിബേറ്റ് പൂർത്തിയാകുന്നു. നമസ്തേ.